ലെറ്റ്സ് ടോക്കിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചില ചുരുളഴിയാത്ത രഹസ്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. നമ്പർ 1, മരങ്ങൾക്കിടയിൽ മറയുന്ന രൂപം. വിനോദസഞ്ചാരത്തിന് പേരുകെട്ട നാടാണ് സ്വിറ്റ്സർലാൻഡ്. സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്നു. ഒരിക്കൽ ഒരു സ്വിസ് ഗ്രാമത്തിൽ മഞ്ഞ് പൊഴിയുന്ന വഴികളിലൂടെ ക്യാമറയുമായി നടക്കുകയായിരുന്നു ഒരു ഫോട്ടോഗ്രാഫർ. തൊട്ടടുത്ത മരങ്ങൾക്കിടയിലായി ഒരനക്കം കണ്ടാണ് അയാൾ നോക്കിയത്. അതാ ഒരു രൂപം. പട്ടാള യൂണിഫോം ഇട്ട ഉയരമേറിയ ഒരു മനുഷ്യൻ. അയാളുടെ മുഖത്തേക്ക് നോക്കിയ ഫോട്ടോഗ്രാഫർ ഞെട്ടി. മുഖത്ത് ഒരു ഗ്യാസ് മാസ്ക് വെച്ചിട്ടുണ്ട്. അയാൾ ആ രൂപത്തിന്റെ ഫോട്ടോ എടുത്തു. കൂടുതൽ അന്വേഷിച്ചപ്പോൾ നാട്ടുകാർ വിചിത്രമായ കാര്യങ്ങളാണ് പറഞ്ഞത്. കാലങ്ങളായി അങ്ങനെ രൂപം അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടത്രേ. ആർക്കും അത് ഇതുവരെയായിട്ടും പിടികൊടുത്തിട്ടില്ല. ചിലർ പറയുന്നത് വിചിത്രമായ രോഗം ബാധിച്ച ഏതോ ആളാണെന്നാണ്. കാട്ടിൽ കഴിയുന്ന അയാൾ ഇടയ്ക്കിടെ നാട്ടിൽ വരുമത്രേ. എന്തായാലും ലേ ലോയോൻ എന്നറിയപ്പെടുന്ന ആ രൂപം എന്താണെന്നോ എങ്ങോട്ട് പോകുന്നെന്നും ആർക്കും അറിയില്ല. ചുരുളഴിയാത്ത രഹസ്യങ്ങളായത് ഇന്നും ഇവിടെ കിടപ്പുണ്ട്. നമ്പർ 2, മിഡോറ തടാക തീരത്തെ അജ്ഞാത യാത്രക്കാർ. ജപ്പാനിലെ കോട്ടിയോ പട്ടണത്തിൽ ഓട്ടം കാത്തു കിടക്കുകയായിരുന്നു ഒരു ടാക്സി ഡ്രൈവർ. പെട്ടെന്ന് ഒരു യുവതി അയാളെ സമീപിച്ച് പറഞ്ഞു, മിഡോറ തടാക തീരത്തേക്ക് എനിക്ക് പോകണം. ഡ്രൈവർ സമ്മതിച്ചു. ടാക്സിക്കാർ മിഡോറ തടാക തീരത്തെത്തി. പിന്നിലേക്ക് നോക്കിയ ഡ്രൈവർ ഭയന്ന് വിറച്ചു പോയി. യുവതി ഇരുന്നയിടെല്ലാം കുറെ വെള്ളം മാത്രം. അയാൾ പരിസരത്തെല്ലാം യുവതിയെ തിരഞ്ഞെങ്കിലും യുവതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഭയപ്പെടുത്തുന്ന കഥകളാണ് തടാകത്തെ പറ്റി കേട്ടത്. ആ തടാകത്തിൽ വീണത് അനേകം പേര് കാണാതായിട്ടുണ്ട്. തടാകത്തിന്റെ അടിത്തട്ടിൽ ആഴത്തിലേക്ക് ഒരു തുറക്കുന്ന കവാടമുണ്ടത്രേ. അതുവഴിയാണ് തടാകത്തിൽ വീണവർ അപ്രത്യക്ഷമാകുന്നതെന്നും പറയുന്നു. തടാകത്തീരത്ത് മുമ്പെങ്ങോ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രം നിലനിന്നിരുന്നു. അവിടുത്തെ അന്തേവാസികൾ തടാകത്തിൽ അലഞ്ഞു തിരിക്കാറുണ്ട്. ചിലർ അവിടുന്ന് തന്നെ ആത്മഹത്യയും ചെയ്യാറുണ്ട്. അവരുടെ ആത്മാക്കളാണത്രേ തടാകത്തിൽ അലയുന്നതെന്നും ചിലർ പറയുന്നുണ്ട്. ഇടയ്ക്കിടെ ചില വിചിത്രമായ മനുഷ്യരൂപങ്ങളും അവിടെ കാണാറുണ്ടെന്ന് പറയുന്നുണ്ട്. തടാകത്തിലേറെ പരിശോധനകൾ നടത്തിയിട്ടും വിചിത്രമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ തടാക തീരത്ത് എത്തുന്ന ആൾക്കാരുടെ വിചിത്രാനുഭവങ്ങൾ ഇന്നും നിലനിന്ന് ഇരിക്കുന്നു. എന്താകാം തടാകത്തിന്റെ രഹസ്യം? അതിനു ചുറ്റും ചുരുളഴിയാത്ത രഹസ്യം ഇന്നും അവിടെ തന്നെ കിടക്കുകയാണ്. ഇത് സത്യമാണോ കള്ളമാണോ എന്നും ഇതുവരെയായിട്ടും ആർക്കും തെളിഞ്ഞിട്ടില്ല. ഇന്നും ആ തടാകത്തെ പറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 3, കൊടുങ്കാട്ടിലെ കുടുംബം. റഷ്യയിലെ തണുത്തുറഞ്ഞ പ്രദേശമാണ് സൈബീരിയ. ആയിരക്കണക്കിന് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന കൊടുങ്കാടാണ് ഇവിടെ. ഭയങ്കരന്മാരായ ഹിമക്കരടികളുടെയും ഇരയെ കടിച്ചു കീറുന്ന ഹിമച്ചെന്നായ്ക്കളുടെയും താവളം. 1978 ആ പ്രദേശം പര്യവേഷണം നടത്തുകയായിരുന്നു ഒരു സംഘം ശാസ്ത്രജ്ഞർ. കൊടുങ്കാടിന്റെ മുകളിലൂടെ അവരുടെ ഹെലികോപ്റ്റർ പറന്നുയരുകയായിരുന്നു. പെട്ടെന്ന് കൂട്ടത്തിൽ ഒരാൾ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. കാടിന് നടുവിൽ ഒരു ഷെഡ്. 100 കണക്കിന് കിലോമീറ്റർ ചുറ്റളവിൽ മനുഷ്യവാസമില്ലാത്ത പ്രദേശമാണത്. ഹെലികോപ്റ്റർ ഒരിടത്ത് ഇറക്കി. ആ ഷെഡിലേക്ക് അവർ നടന്നു. അവിടെ അമ്പരപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മനുഷ്യർ ഇറങ്ങി വന്നു. 1ഉം 2ഉമല്ല, 5 പേരെ അടങ്ങുന്ന ഒരു ഫാമിലി. അവരാ പറഞ്ഞ കഥ കേട്ടിട്ട് അവരെ അത്ഭുതപ്പെട്ടു പോയി. 1930കളിൽ സൈബീരിയ കാടുകളിലേക്ക് ഒളിച്ചോടിയതാണ് കാർപ്പും ലെക്കോയുടെയും കുടുംബവും. കാർപ്പ് അംഗമായ സംഘടന ഗവൺമെന്റിന്റെ അപ്രീതിക്ക് പാത്രമായതോടെയാണിത്. കാട്ടിൽ ഒളിക്കുമ്പോൾ 3 പേരോ 2 പേരോ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടിൽ വെച്ച് കാർപ്പിന് 2 പെൺകുട്ടികൾ കൂടി ജനിച്ചു. അങ്ങനെ 70 വർഷമായി ആ കുടുംബം പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കഴിയുകയാണ് ആ കൊടുങ്കാട്ടിൽ. ലോകം ആയുധം നടന്നതും കൃത്രിമ ഉപകരണങ്ങൾ വിക്ഷേപിച്ചതും മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതൊന്നും ഇവരറിഞ്ഞിട്ടില്ല. സ്വന്തം കുടുംബങ്ങളല്ലാതെ മറ്റൊരു മനുഷ്യനെയും കാർപ്പവും പെൺകുട്ടികളും കണ്ടിട്ടില്ല. പുറം ലോകത്തേക്ക് ഇവരെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഇവർ തയ്യാറായില്ല. ഒന്നുമല്ലേലും അവരെ സമ്മതിക്കണം. ഇത്രയും നാൾ ആ കൊടുങ്കാട്ടിൽ ജീവിച്ചു തന്നെ ഓർക്കുമ്പോൾ വളരെയധികം പേടിയാവും. കൂടുതൽ വിവരങ്ങൾ നിങ്ങളും പങ്കുവയ്ക്കുക. ഇന്നത്തെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.